ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വിജയം. കാൽ നൂറ്റാണ്ടിനു ശേഷമാണ് ബി.ജെ.പി ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. ആം ആദ്മി നേതാക്കൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും മധ്യവർഗ വിഭാഗങ്ങളെ പിന്തുണച്ച ബജറ്റ് തീരുമാനങ്ങളും ബി.ജെ.പിക്ക് തുണയായെന്നാണ് പൊതുവെ വിലയിരുത്തൽ. ആം ആദ്മിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ മുന്നേറ്റം നടത്താൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. മുതിർന്ന നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ തുടങ്ങിയവർക്കും അടിതെറ്റി. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പർവേഷ് ശർമ്മ പരാജയപ്പെടുത്തിയപ്പോൾ ജംഗ്പൂരിൽ തർവീൻ സിംഗ് ബർവയ്ക്ക് മുൻപിൽ മനീഷ് സിസോദിയയ്ക്കും കാലിടറി. ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ച തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെക്കാളും മികച്ചവ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താനും അത് മോദിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനും കഴിഞ്ഞത് ബി.ജെ.പിയുടെ നേട്ടമായി വിലയിരുത്തുന്നവരുമുണ്ട്. ഡൽഹി ഭരണം അദൃശ്യമായി ലഫ്റ്റനന്റ് ഗവർണറിലൂടെ നിയന്ത്രിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞത് ആം ആദ്മിയുടെ പരാജയത്തിന് കാരണമായി എന്ന ധ്രുവ് റാത്തിയുടെ പ്രതികരണവും ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. നന്നായി വിയർത്തെങ്കിലും ഒടുക്കം അതിശയ്ക്ക് മാത്രമാണ് ആശ്വാസജയം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 27 വർഷമായി ഡൽഹിയിൽ അധികാരത്തിന് പുറത്താണ് ബി.ജെ.പി. അതിനാൽ ഭരണം തിരിച്ചുപിടിക്കാൻ ഇത്തവണ അവർ 18 അടവും പയറ്റി. തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളിലോ വാർത്തകളിലോ ഒന്നും തന്നെ ഇടം പിടിക്കാതെ പോയത് കോൺഗ്രസ് ആണ്. ഒരിടത്തും മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ചെറുചലനം പോലും ഉണ്ടായില്ല. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പ്രധാന എതിരാളികളായ ബി.ജെ.പിയെയും കോൺഗ്രസിനെയും നിഷ്പ്രഭരാക്കി അധികാരത്തിലെത്തിയ ആം ആദ്മിക്കും ഇത്തവണ നിരാശയാണ് ഫലം. ഡൽഹിയിലെ 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 48 സീറ്റിൽ ബി.ജെ.പി വിജയിച്ചപ്പോൾ 22 സീറ്റുകൾ മാത്രമാണ് ആം ആദ്മിക്ക് ലഭിച്ചത്.